നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗിരീഷ് കെടാമംഗലത്തിന്റെ കവിതാ സമാഹാരമായ നന്ദ്യാർവട്ടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. വടക്കൻ പറവൂർ സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗിരീഷ് കെടാമംഗലത്തിന്റെ പ്രഥമ കവിതാ സമാഹാരമായ നന്ദ്യാർവട്ടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കെടാമംഗലം ഏതൻ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് റിട്ടയർഡ് DGP K പത്മകുമാർ IPS പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പൂയപ്പള്ളി തങ്കപ്പൻ പുസ്തക പരിചയം നടത്തി. SPSS സെക്രട്ടറി കവിത ബിജു സ്വാഗതം പറഞ്ഞു. SPSS പ്രസിഡന്റ് ഡെയ്സി NS അധ്യക്ഷത വഹിച്ചു. SPSS സാഹിത്യശ്രീ മാസിക എഡിറ്റർ അജിത് കുമാർ ഗോത്തുരത്ത് ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് SPSS അംഗം ഗിരീഷ് കെടാമംഗലം മറുപടി പ്രസംഗം നടത്തി. SPSS ട്രഷറർ വിവേകാനന്ദൻ മുനമ്പം നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും സന്നിധരായിരുന്നു. മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള, കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കൃഷിസ്ഥലങ്ങളും വാസസ്ഥലങ്ങളും പലപ്പോഴും ഇവർ ജീവിക്കേണ്ട, അവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ, അവർക്ക് അവകാശപ്പെട്ട കുന്നുകളിലും അവർക്ക് അവകാശപ്പെട്ട കാടുകളിലും നമ്മൾ കയറി അതിക്രമിച്ച് കയ്യേറി നമ്മളോ നമ്മുടെ പൂർവികരോ ആരോഗ്യമോ ചെയ്ത അവർക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിന് തടയാൻ വേണ്ടി അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. കേൾക്കുന്ന ഒന്നാണ് കവിത എന്ന് പറയുന്നത്. കവിതയില്ലാത്ത ജീവിതവും ജീവിതമില്ലാത്ത കവിതയും രണ്ടും നിരർത്ഥകങ്ങളാണ്. അപ്രാപ്യമെന്ന് സങ്കല്പിക്കുന്ന ഒരു പ്രകാശമണ്ഡലത്തെ തേടിയുള്ള തീർത്ഥാടനമായിട്ട് കവിതാ സബരിയെ നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കും. അത്രത്തോളമുണ്ട്. ഗിരീഷിൻ്റെ ഈ കവിതയെ സംബന്ധിച്ചാണെങ്കിൽ എന്തുകൊണ്ട് ഈ കവിതാ സമാഹാരവുമായിട്ട് ഗിരീഷ് നേരത്തെ പ്രത്യക്ഷപ്പെട്ടില്ല എന്നതൊരു അത്ഭുതമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാനിതിവിടെ പ്രകാശിപ്പിക്കുകയാണ്. കാരണം ഈ കവിതകളിലൂടെ കടന്നു പോയപ്പോൾ സത്യത്തിൽ പല കവിതകളും ആവർത്തിച്ച് വായിച്ചാൽ മാത്രമേ ഭാവബന്ധുരമായ അതിൻ്റെ ആശയത്തിൻ്റെ സമീപത്തെങ്കിലും എത്തുവാൻ നമുക്ക് സാധിക്കൂ. ദുരൂഹത ഉണ്ടെന്ന് പോലും പറയാവുന്ന തരത്തിൽ ചില ഭാഗങ്ങളുണ്ട്. ഇത്രത്തോളം കഴിവുകളുണ്ടായിരുന്ന ഈ കവി എന്തുകൊണ്ട് ഇത്രകാലവും ഒളിച്ചിരുന്നു? സാറ് പറഞ്ഞതുപോലെ എനിക്കും അതിൽ ന്യൂസ് ബ്യൂറോ, പറവൂർ.